തവനൂർ സ്വദേശി അബ്ദുൾ അസീസിന്റെ അതിജീവന കഥയിലേക്കാണ് ഇനി. 11 kV വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വൃക്കയുടെ പ്രവർത്തനം വരെ നിലച്ച അബ്ദുൾ അസീസ് മരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ബാക്കിയായ ജീവൻ മുറുകെ പിടിച്ച് അയാൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന തിരിച്ചുവരവ് നടത്തി. 2 കൈകളും നഷ്ടപ്പെട്ട അബ്ദുൾ അസീസിന് ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് വരെയുണ്ട്. രണ്ടു കൈകൾ നഷ്ടപ്പെട്ട അബ്ദുൽ അസീസാണ് ഈ കാർ ഓടിച്ചു പോകുന്നത്. കൈകളില്ലാതെ വാഹനമോടിക്കാൻ ലൈസൻസ് നേടിയ കേരളത്തിലെ രണ്ടാമത്തെയാളാണ് അബ്ദുൽ അസീസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന് ഒരു കൈപ്പേറിയ പൂർവ്വകാലമുണ്ട്. ഇരുമ്പിന്റെ തോട്ടി വെച്ച് അടക്ക വലിച്ചപ്പോൾ ആ തോട്ടി എന്നിൽ നിന്ന് കൈവിട്ടു പോയി. അങ്ങനെ ലൈനിൽ തട്ടി ഷോക്കേൽക്കാനിട്ടായി. ആ ഷോക്കടിച്ച് എൻ്റെ 2 കൈ മുട്ട് വരെ നഷ്ടപ്പെട്ടു. 4 വർഷം മുൻപ് വീടിന് സമീപത്ത് അടക്ക പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ തട്ടി ഷോക്കേറ്റു. 2 കൈകളും നഷ്ടമായി. കാലിന് പരിക്കുകൾ മൂലം നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. 6 മാസക്കാലം പൂർണ്ണമായും കിടപ്പിലായി. അങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങി. അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഓരോ കൈകളും മുറിച്ച് മാറ്റി. മുട്ടിന് താഴെ വെച്ച് ഓരോ കൈകളും മുറിച്ച് മാറ്റി. അങ്ങനെ പാച്ച് ചെയ്ത് ബ്ലഡൊക്കെ കയറ്റാൻ തുടങ്ങി. അങ്ങനെ സാവകാശം റിക്കവറിയായി വന്ന് 1 മാസം 3 ദിവസം ICUവിൽ കിടന്ന്. എന്നാൽ ഉറച്ച മനസ്സോടെ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരടി നടക്കുമ്പോഴേക്കും താഴെ വീണു. പിന്നീട് അബ്ദുൽ അസീസ് ജീവിതത്തിലേക്ക് നടന്നു കയറി. ഈ കൈയില്ലാതെ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്മാറാതെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തീവ്ര ശ്രമം നടത്തിയാൽ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് എനിക്കതിന് ബോധ്യമായത്. അങ്ങനെ ഞാൻ ആ ലൈസൻസും കരസ്ഥമാക്കി. കേരളത്തിൽ 2ാമത്തെ ഒരാളായിട്ട് ഒരു ലൈസൻസും കരസ്ഥമാക്കി. സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും സഹായവും പിന്തുണയുമാണ് അബ്ദുൽ അസീസിന്റെ കരുത്ത്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.